ഇനിയിപ്പം കഴിഞ്ഞ വർഷത്തെ ചങ്ങനാശ്ശേരി SB കോളേജിൽ എൻ്റെ ക്ലാസ് ഞാനും സോജനോടെ നയിച്ച ക്ലാസ്സിനകത്ത് പങ്കെടുക്കാനായിട്ട് ഈ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ കാണാനായിട്ടും ഞങ്ങളുടെ കൃഷി രീതിയെക്കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ട് വന്നതാണ്. നമ്മുടെ പേരെന്തോ? എന്റെ പേര് സാന്ദ്ര എന്നാണ്. ഞാൻ ഇവിടെ പുതുക്കരിക്കാരിയാണ്. ഇപ്പൊ PhD ചെയ്യുന്നു സോഷ്യോളജിയില്. PhD ചെയ്യുന്നത് ഡൽഹിയിലെ ഒരു സർവകലാശാലയിൽ നിന്നാ. ഇപ്പൊ എന്റെ സെക്കൻഡ് ഇയർ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫീൽഡ് വിസിറ്റ് ഉണ്ട്. അപ്പൊ ഇതുപോലെ കുട്ടനാട്ട് ഏരിയയിലെ പല കർഷകരുമായിട്ട് ഇപ്പൊ പോയി ഞാൻ സംസാരിക്കുകയും ചില സ്ഥലത്തൊക്കെ അവർ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഇറക്കുകയും ചെയ്യും കണ്ടത്തിലോട്ട്. അങ്ങനെ നിൽക്കുന്നു. ആണല്ലേ. ഇപ്പൊ എന്തിനകത്താണ് നോക്കുന്നത്? സിലബസ് ഇതിനകത്ത് നെൽകൃഷിയാണോ അതോ കുട്ടനാട്ടിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഒന്ന് ബ്രോഡായിട്ട് പറയുവാണെങ്കിൽ കുട്ടനാട്ടിലെ വികസന പ്രോജക്ട്സും പിന്നെ അതിന്റെ ഭാഗമായി അവര് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വാട്ടർ കൺട്രോൾ പ്രോജക്ട്സും നെൽകൃഷിയും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ഒന്ന് പ്രപ്പോസലിൽ നോക്കാൻ അവതരിപ്പിച്ചത്. ഇവിടെ പിന്നെ വന്നതിന് ശേഷം ഞാൻ ഇച്ചിരിയും കൂടെ നോക്കുന്നത് നമ്മൾ തന്നെ എങ്ങനെ ഓരോ സിസ്റ്റംസ് ഓഫ് വാട്ടർ കൺട്രോൾ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതായത് ഇപ്പൊ ചേട്ടന്റെ തന്നെ പാടത്തായാലും ചേട്ടനൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ, വെള്ളം കയറ്റാനും ഇറക്കാനായാലും അതിലും ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ചേട്ടൻ എങ്ങനെ നെൽകൃഷിനെ ഒറ്റുനോട്ട് കാണുന്നു, പിന്നെ ഒരു യുവതലമുറയിലെ കർഷകൻ എന്ന നിലയിൽ എന്തൊക്കെ വേറിട്ട ചാലഞ്ചസ് ആണ് ചേട്ടൻ നേരിടുന്നത്, ഇതെങ്ങനെയാണ് പഴയ ജനറേഷനിൽ നിന്ന് വ്യത്യസ്തമായി ആവുന്നത്, അങ്ങനത്തെ കുറച്ച് പാഠങ്ങൾ. ഇതിപ്പം ഇതിപ്പോ നമ്മൾ ഇരിക്കുന്ന പറഞ്ഞാല് രാജപുരം എന്ന് പറയുന്ന ആറ്റുമുഖം 1500 രാജപുരം എന്ന് പറഞ്ഞ എന്റെ പാടശേഖരത്തിന്റെ ബണ്ടിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. 2024 നെൽക്കതിർ അവാർഡ് ഞങ്ങളുടെ ഈ പാടശേഖരത്തിനാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഇതിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ 7 വർഷമായിട്ട് തുടരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഈ പുറംബണ്ടുകളൊക്കെ വളരെ മോശമായിരുന്നു. പുറംബണ്ട് വെച്ചാൽ തൈ വെച്ചാൽ പോലും ഈ അകത്തുനിന്ന് ഓളം അടിച്ചിട്ട് ഇത് മൊത്തം അങ്ങ് പോകുമായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് RIDFന്റെ ഒരു കല്ലുകെട്ട് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഗവൺമെന്റ് തന്നു. അപ്പൊ പാടശേഖരം ഒന്നടക്കം പറഞ്ഞു ഞങ്ങൾക്ക് അകത്ത് മതി കൽക്കെട്ട്, പുറത്ത് വേണ്ട. പുറത്ത് ഓൾറെഡി പണ്ട് KLDCയുടെ ഒരു കെട്ടുണ്ടായിരുന്നു, അതിനെ അത് നിലനിർത്തി മെയിൻറ്റെയിൻ പോയിക്കൊണ്ട് ഞങ്ങൾ ഈ അകത്ത് കല്ലുകെട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്തു. അതിന്റെ 2 സൈഡുകളിലെ മൺചെരുവുകൾ വന്നു ഓളമടിച്ച് പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ചിന്തകൾ വേറൊരു വഴിയിലേക്ക് പോയത്. നെല്ലെന്ന് പറയുന്നത് നമുക്കൊരു സ്ഥിര വരുമാനമാണ്. 4 മാസം കൊണ്ട്, അതായത് 120 ദിവസം കൊണ്ട് നമുക്ക് yes or no റിസൾട്ട് അറിയാൻ പറ്റുന്ന ഒരേ ഒരു മേഖലയാണ് നെൽകൃഷി എന്ന് പറയുന്നത്. അതേസമയം അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടനാട്ടിൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു സ്ഥലമാണ്. കാരണം പക്ഷെ അതിന്റെ കൃത്യമായിട്ട് അത് ആൾക്കാർ വിനിയോഗിക്കുന്നുമില്ല, അതിന്റെ സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുമില്ല. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെങ്ങ്, ഇതിന്റെ താഴെ ചേമ്പ് മുഴുവൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. ഇതിന്റെ നേരെ താഴെ ഇവിടെ വഴുതനയായിരുന്നു ചെയ്തത് കഴിഞ്ഞ വർഷം. വഴുതന, അതിന്റെ താഴെ വെള്ളരി, അതിന്റെ താഴെ അതിന്റെ ഇടയ്ക്ക് പയർ. ഇങ്ങനെ 5 കൃഷികൾ ഞാൻ ഒരേ ഫ്ലോട്ടിൽ തന്നെ ചെയ്തു. ഇതൊരു 3 ഏക്കറുള്ള ഒരു നെൽപ്പാടമാണ്. അപ്പൊ ഇതിന്റെ ഈ 3 ഏക്കർ കൃഷി ചെയ്യാനായിട്ട് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് അതിൽ കൂടുതൽ ഇത്ര ഏരിയയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ പയർ കൃഷി കണ്ടോ, ഈ പയറെന്ന് പറഞ്ഞാൽ 75 കിലോ വരെ ഒരു ദിവസം വിളവെടുത്തിട്ടുണ്ട്. ഇന്ന് 30 കിലോ ഉണ്ടായിരുന്നു. ശരാശരി ഒരു പെർ ഡേ 30 കിലോ വെച്ച് നമുക്കിപ്പോൾ ഒരു 20 ദിവസമായിട്ട് ത്രൂ ഔട്ട് ചെയ്യാൻ വിളവെടുത്തോണ്ടിരിക്കുക. അപ്പം നെൽകൃഷി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ നെൽപ്പാടത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയാൽ മതി, വളവിടിയിലും എല്ലാം കഴിഞ്ഞ്. പിന്നീടുള്ള 60 ദിവസം ഞാൻ വെറുതെ ഇരിക്കുക. ഈ സമയത്ത് എനിക്ക് ഡെയിലി വരുമാനത്തിനുള്ള പണിയാണ് ചെയ്തു വെച്ചത്. അപ്പൊ അവിടെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ മൾച്ചിങ് ചെയ്യാത്ത സ്ഥലത്താണ് ഈ പുല്ല് കളകൾ നിൽക്കുന്നുണ്ടോ. അകത്ത് മുഴുവൻ മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്ത് നമ്മൾ ട്യൂബുകൾ വലിച്ച് ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടി വെള്ളം തുള്ളിയായിട്ട് കൊടുക്കാനും അതിലൂടെ തന്നെ വളം കൊടുക്കാനുമുള്ള സംഭവം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. കഴിഞ്ഞ വർഷത്തെ ഇന്നോവേറ്റിംഗ് ഫാർമർ അവാർഡിന് കേരള ഗവൺമെന്റിന്റെ ഒരു ഇതിന് ഞാൻ കൊടുത്തതാണ്. അവസാനം 2ാം സ്ഥാനത്തെങ്ങാണ്ടായിട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ വീണ്ടും ഇതിനെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് അങ്ങോട്ട് ദൂരെ ഒരു വരമ്പുണ്ടായിരുന്നു, അവിടെ കുക്കുംബർ കൂടെ ചെയ്തു.
കുക്കുംബറിന് ഞാൻ വെള്ളം ഇവിടുന്ന് ട്യൂബ് നീട്ടി അവിടെ കൊണ്ട് കൊടുത്തു, അതും ചെയ്തു. അവിടെ സംഭവം ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞു. അത് കുറഞ്ഞ പീരീഡിലാണ് കുക്കുംബർ ഉണ്ടാകുന്നത്. നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 50 കിലോ 60 കിലോ വെച്ച് കൃഷി ചെയ്യുമ്പോൾ ഞാൻ 11 കിലോ ഉപയോഗിക്കത്തുള്ളൂ. ഡ്രം സീഡർ വെച്ച് 11 കിലോ വെച്ചാണ് കൃഷി ചെയ്യുന്നത്. അത് എന്റെ കൂട്ടുകാരൻ സോജൻ ഇന്നലെ അവിടെ ക്ലാസ് എടുത്തില്ല, അവനാണ് എന്നെ അതിനകത്ത് ഇറക്കിയതും. അപ്പോൾ എന്ത് വ്യത്യസ്തത കണ്ടാലും ഞാനത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഫീൽഡിൽ ആ നെല്ല് കണ്ടു, അത് കരിഞ്ഞു നിൽക്കില്ല. എന്താണെന്നറിയും, അതുങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല. അതുതന്നെ ഏറ്റവും പെട്ടെന്ന് രോഗങ്ങൾ കയറി അതിനെ ബാധിക്കും. അത് കരിഞ്ഞത് എന്തെങ്കിലും രോഗം കൊണ്ടാണ്? ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എന്റെ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കൃഷിക്കാർക്ക് ഞാൻ ഏതാണ്ട് ഇപ്പൊ 52 വീഡിയോകൾ ഇപ്പൊ നെൽകൃഷിയെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നമ്മുടെ കൃഷിഭൂമിയിൽ എന്തെങ്കിലും ഒരു രോഗം എന്താണെന്ന് വന്നാൽ ആദ്യം നമ്മളത് തിരിച്ചറിയണം. ഞാൻ അതിനുവേണ്ടി ശ്രമമാണ്. അത് നമ്മൾ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് ഇതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 120 ദിവസം കൊണ്ടാണ് ഇതിന്റെ റിസൾട്ട് അറിയുന്നത്. അപ്പൊ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ വ്യാപനത്തിന്റെ സ്പീഡും അത് കണക്ക് വേഗത കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നെല്ലിന്റെ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തുവാണ് നമുക്കത് മനസ്സിലാകണം. ഇവിടുത്തെ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ വളരെ കുറവാണ്. പഴയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 1980 എങ്ങനെയാണോ ചെയ്തത് അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമൊക്കെ ഇങ്ങനെ ഈ കെമിക്കലിൽ മാത്രമേ അവർ വരുത്തിയിട്ടുള്ളൂ, അല്ലാതെ അവർ അന്നത്തെ ശൈലി ഒന്നും മാറിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് വിത്ത് കിളിപ്പിക്കുന്നതൊട്ടാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ വിത്ത് കിളിപ്പിക്കുന്ന രീതിയൊക്കെ അന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായല്ലോ. അതുകൂടാതെ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് വിനിയോഗിക്കാനായിട്ടുള്ള ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ഭയം. കാരണം അവർക്ക് ആകെ ഒരു സീസണിലെ ഒരേ ഒരു വരുമാനം. അപ്പൊ അവരന്ന് ചെയ്ത അതിൽ തന്നെ മാറി ഒന്ന് പിടിച്ചാൽ ഇവർ നഷ്ടം വരുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഭയമാണ് മെയിൻ ഒരു പ്രശ്നം. ഈ ഡ്രംസീഡ കൃഷി പോലും 2012 ഇറങ്ങിയതാണ്. അന്ന് തൊട്ട് പലരും ഇത് പരീക്ഷിച്ചിട്ട് അവസാനം ഇത് കേരള സർക്കാർ തന്നെ ഏതാണ്ട് 2 ലക്ഷത്തോളം ട്രയലുകൾ നടത്തിയതാണ് അവരുടെ ചെലവില്. എന്നിട്ട് അവസാനം കൃഷിക്കാരൻ അത് ഏറ്റെടുത്തില്ല, അവസാനം ഫെയിലാണെന്നും പറഞ്ഞ് നഷ്ടത്തിലായി. പിന്നീടാണ് എൻ്റെ കൂട്ടുകാരൻ ഇപ്പൊ സോജൻ അത് എന്നെ പഠിപ്പിച്ചു, ഞങ്ങളത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ 2000 ഏക്കറോളം ഇപ്പോൾ ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. അവർക്ക് അതിന്റെ ട്രിക്ക് പിടികിട്ടി. ഇതൊന്ന് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശകലം, പിന്നെ ഒരു വർഷം ഒന്ന് ചെയ്ത് അതിന്റെ ആ ഒരു നമ്മൾ തുടക്കത്തിലുള്ള ഒരു ടെൻഷൻ, പിന്നെ അവസാനം ഇപ്പൊ ഈ നെല്ല് ചുമന്നവരെല്ലാ ദിവസവും ഡെയിലി കണ്ടെത്തി ഒന്ന് നോക്കും. നമുക്ക് പോകേണ്ട കാര്യമില്ല. നെൽകൃഷിയുടെ ഏറ്റവും വലിയൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ രോഗം വന്നിട്ട് ചികിത്സിക്കാനായിട്ട് പോകരുത്. രോഗം വരുന്നതിനേക്കാൾ മുന്നേ അതിന് വേണ്ട പ്രിക്കോഷൻസുകൾ എടുത്തെടുത്ത് മുന്നോട്ട് പോകും. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ഈ നെൽകൃഷി രക്ഷപ്പെടത്തുള്ളൂ. രോഗം വന്നിട്ട് നമ്മൾ മെഡിസിൻ അപ്ലൈ ചെയ്യാൻ പോയാൽ ഇരട്ടി സംഭവങ്ങൾ വേണം നമ്മൾ കൊടുക്കാൻ. മനസ്സിലായോ? പിന്നെ പാടങ്ങളിലെ ഓരോ ശലഭങ്ങൾ, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ശലഭത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഏത് ശലഭമാണ്, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എന്ത് രോഗമാണ് നിങ്ങളുടെ നെൽച്ചെടിക്ക് വരാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കൃഷിക്കാരനൊരു നല്ല ബോധവൽക്കരണം കൂടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു 35-ാം പൊക്കം ഒരു വെള്ള ശലഭം ഈ കണ്ടത്തിൽ കൂടെ പറക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടം കുത്ത് അല്ലെങ്കിൽ ഓലചുരുട്ടി വരും ഒന്ന് ഉറപ്പാണ്. അതിന്റെ അളവനുസരിച്ചിരിക്കും. പിന്നെ ഈ ഫീൽഡിൽ തന്നെ മുഞ്ഞയൊക്കെ വന്നു കഴിഞ്ഞാൽ മുഞ്ഞേനെയൊക്കെ ഒടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. ഈ എട്ടുകാലി എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ ഗുണമുള്ളൊരു സാധനമാണ്. ചെലന്തി ഉറങ്ങാണ്ട് 126 ടൈപ്പോളം ചെലന്തികൾ ഈ നെൽപ്പാടത്ത് തന്നെ ഉണ്ട്. അതേസമയം നമ്മൾ ഇപ്പം ഒന്നാമത്തെ കാര്യം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കൃഷിക്കാരൻ തന്നെ എന്തെങ്കിലും ഇത് വന്ന് വിഷമടിക്കുക എന്നാണ് പറയുന്നത്. എന്തിനു വന്നാലും ഒരേ കെമിക്കലൊക്കെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ആണ് നടക്കുന്നത്. കാരണം ഇപ്പം കമ്പനി പറയുന്ന 80 മില്ലിയുടെ ഒരു കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററിൽ 4047 സ്ക്വയർ മീറ്ററിൽ 100 ലിറ്റർ വെള്ളത്തിനകത്ത് അതിനെ കലക്കി നമ്മൾ സ്പ്രേ ചെയ്യുമ്പം ഒരു സ്ക്വയർ മീറ്ററിൽ അതിന്റെ എത്രയോ ചെറിയ കണികകളാണ് വീഴുന്നത്. അതാ ഇലകളിൽ പറ്റി എന്നിട്ട്
ഒരു നിസാരമേ മണ്ണിലോട്ട് താഴോട്ട് പോകത്തുള്ളൂ. അപ്പം ഇതാണ് ഈ നെൽപ്പാടത്തെ ഈ മൊത്തം വെള്ളങ്ങൾ നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കൃഷിക്കാരന് കുറച്ച് അവയർനെസ് വേണം. പക്ഷെ ഇതേണക്കുള്ള നല്ല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനല്ല ഈ നെല്ലെന്ന് പറഞ്ഞ സംഭവം നമ്മൾ വിളവെടുത്തു ഉണ്ടാക്കി 120 ദിവസം ഈ സ്പ്രേയിങ് എല്ലാം നടക്കുന്ന ഒരു 70 പൊക്കമാണ്. അത് കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് വിളവെടുക്കുന്നത്. വിളവെടുത്ത് കഴിഞ്ഞിട്ട് മില്ലിൽ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് അതിനെ പുഴുങ്ങി എത്ര പ്രാവശ്യം പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. അപ്പം ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. ഞങ്ങളുടെ നിരീക്ഷണമാണത്. അങ്ങനെയാണ്, അതാണ് അതിന്റെ കറക്റ്റ്. പിന്നെ ഇത് മുഴുവൻ ഇങ്ങനെയാണെന്ന് പബ്ലിസിറ്റി കൊണ്ട് എന്താണ് നേട്ടമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ചേട്ടൻ കെമിക്കൽ അഗ്രോ കെമിക്കൽസ് ഉപയോഗിക്കുവാണെങ്കിൽ പാടത്ത് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൊരു ധാരണ ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ തന്നെ ഇത്? അല്ലല്ല, അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സയന്റിസ്റ്റുകളുണ്ട്. അവര് നമുക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം എന്തെങ്കിലും ഉണ്ട് അവരെ വിളിച്ചു കഴിയുമ്പോൾ അവര് പറയും ഇപ്പൊ നല്ലൊരു കെമിക്കൽ ഏതാണ്, അതിന് കമ്പനിയുടെ പേരല്ല, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പം അത് ചോദിക്കുമ്പോൾ അത് എത്ര ദിവസം നിൽക്കും, കോണ്ടാക്ട് ആണോ, സഡൻ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ മഞ്ഞ ലെവലിലുള്ള കെമിക്കലുകൾ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. മഞ്ഞ ലെവലിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ജീവജാലവും ചത്തുപോകും. അതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. അത് തന്നെ നല്ലൊരു കൃഷിക്കാരനൊക്കെ കൊണ്ടുപോയി ശകലം ഒരു മുഞ്ഞ കണ്ടു കഴിഞ്ഞാൽ കൊണ്ട് മഞ്ഞ ലെവൽ കൊണ്ടടിക്കും. അപ്പൊ പിന്നെ മുഞ്ഞ എല്ലാം പോയിട്ട് അതിന്റെ മുട്ട അവിടെ കണ്ടെത്തി കാണും. 3-4 ദിവസം കഴിയുമ്പോൾ മുട്ട വിരിയും. പിന്നെ മുഞ്ഞകളുടെ മാത്രം ഒരു ലോകം. അങ്ങനെയാണ് ഇങ്ങനെ കാട്ടുതീ പോണത്. ഇപ്പൊ ഈ സ്റ്റേജിലാണ് ഇപ്പം എന്താണ് ആവശ്യം? ഇപ്പോഴത്തെ ഈ നെൽച്ചെടിക്ക് ഇനിയിപ്പം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ 95 ദിവസമായി. അത് പയ്യെ ഇതിനിപ്പം ഇപ്പൊ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പം അന്തരീക്ഷ ഊഷ്മാവ് 35 ഡിഗ്രിക്ക് മേളിൽ ചൂടാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന നെല്ലെന്ന് പറഞ്ഞ ഉമയാണ്. ഇപ്പൊ D1 എന്ന് പറഞ്ഞ ഒരു നെല്ല് 33 ഡിഗ്രിക്ക് മേളിൽ ചൂട് വന്നു കഴിഞ്ഞാൽ നെല്ലിന്റെ വിളവ് കുറയും, തൂക്കം കുറയും. അപ്പൊ അതിന് നമ്മൾ ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു 105 ദിവസം വരെയെങ്കിലും നെല്ലിന്റെ ചുവട്ടിൽ വെള്ളം കിട്ടണം. അപ്പം ചെടി വെള്ളത്തിൽ നിൽക്കുവാണെങ്കിൽ ആ ചെടിക്ക് നമ്മൾ ഈ വെള്ളം ഉള്ളിടത്തിറങ്ങി നമ്മുടെ തലയ്ക്ക് ചൂട് പിടിക്കുകയല്ലോ, അതേ കണക്ക് തന്നെ. അപ്പം ഈ ഒരു 105 ദിവസം വരെയുള്ള സമയത്തിന്റെ ചുവട്ടിൽ വെള്ളം നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെടീനെ ഒരു 30 ഡിഗ്രിക്ക് മേളിൽ ചൂട് ബാധിക്കത്തില്ല. ഇപ്പം ഈ കണ്ടീഷനിൽ ഇനി അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഇതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ഒറ്റയടിക്ക് വെള്ളം വലിച്ചു പറ്റിക്കല്ല്. കാരണം ഇത്രയും ദിവസം വെള്ളത്തിൽ നിന്നും സഡനായിട്ട് വെള്ളം പറ്റിച്ചു കഴിഞ്ഞ് നെല്ല് വീണു പോകും. പയ്യെ കുറേശ്ശെ ഇറക്കി കൊടുക്കുക. ഈ പാടത്ത് രണ്ടാം കൃഷി ഇല്ല, ഒറ്റ കൃഷിയുള്ളൂ. പിന്നെ ഇവിടെ ഈ ഉപ്പുരസം കയറുന്ന അങ്ങനത്തെ ഇവിടെ അങ്ങനൊന്നും വരത്തില്ല, ഉള്ളിലോട്ടായതുകൊണ്ടില്ല. അതൊക്കെ ആ തോട്ടപ്പുള്ളി സൈഡിലൊക്കെ നമുക്കിവിടെ ഒന്നും അങ്ങനെ വരാറില്ല. ഇപ്പം പ്രകൃതി സംബന്ധമായ ചാലഞ്ചസ് എന്ന് പറയാൻ എന്തുവായിരിക്കും ഈ ഒരു ഭാഗത്ത്? അതെ, ഞങ്ങൾക്കുള്ള ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം മെയിൻ ആയിട്ട് ഏറ്റവും വരുന്ന ഈ വൃശ്ചികം വരുന്ന സമയത്ത് വേലിയിറക്കം വരും. അതൊരു ശകലം ഡേഞ്ചറാണ്. കാരണം എന്റെ നിരീക്ഷണത്തിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് തണ്ണീർമുക്കം ഷട്ടറിൽ കുറെ മൺതിട്ടകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ 2018 പ്രളയത്തിന് ശേഷം ഈ മൺതിട്ടകൾ മുഴുവൻ എടുത്തു മാറ്റിയിട്ട് അവിടെ മുഴുവൻ ഷട്ടറുകൾ സ്ഥാപിച്ചു. മുഴുവൻ ഷട്ടറുകളാണ്. അപ്പൊ അന്ന് ആ മൺതിട്ടകൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് തിരിച്ചിങ്ങോട്ട് കയറാനായിട്ടൊരു വേഗത കുറവായിരുന്നു. ഏറ്റ സമയത്ത് ഇറക്ക സമയത്ത് അതുപോലൊക്കെ തന്നെ ഇറങ്ങുകയും ചെയ്യും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഷട്ടറുകൾ ഫുള്ള് തുറന്നിട്ടിരിക്കുന്ന കാരണം ഒറ്റയടിക്ക് കയറുകയും ചെയ്യും, അതുപോലൊക്കെ തന്നെ ഇറങ്ങുകയും ചെയ്യും. അപ്പൊ ആ ഒറ്റയടിക്ക് ആ കയറുന്ന സമയത്താണ് ഇവിടെ പലയിടത്തും മട വീഴുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഇത് തന്നെയാണ് ഇപ്പൊ തോട്ടപ്പള്ളിയിലെ ഈ ഷട്ടറിന്റെ തകരാറ് മാറ്റാത്തടത്തോളം കാലം ഉപ്പിന്റെ പ്രശ്നം വരും. അതൊരു ഡേഞ്ചറാണത്. അല്ലാതെ വെള്ളപ്പൊക്കം ഒരു പ്രളയത്തിന് ശേഷം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം അങ്ങനെ വരാറില്ല. ഒരു അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വരും. നമ്മുടെ ഇവിടെ
നമ്മളിവിടെ ഒത്തിരി പേരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് കൃഷിയിൽ നിലനിൽക്കുക എന്നുള്ള ഒരു അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ലെന്ന്. അത് പിന്നെ എത്രത്തോളമാണ് അത് അവര് പറയുമ്പം അതൊരു 90% അത് സത്യമാണ്. അതിനകത്തുള്ളൊരു കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 1 ഏക്കർ നെൽകൃഷി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവന് അതിന്റെ എക്സ്പെൻസ് തന്നെ 35,000 രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ട്. 1 ഏക്കർ നിലം കൃഷി ചെയ്യാൻ എക്സ്പെൻസ് 35,000 രൂപയ്ക്ക് മേളിൽ വരും. അപ്പൊ നമുക്കൊരു ആവറേജ് ഒരു 25 കിൻഡിൽ നെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 75,000 രൂപ കിട്ടും. 75,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 40,000 രൂപയുള്ളൂ. 40,000 രൂപയ്ക്കകത്ത് പിന്നെ ഈ പാട്ടത്തിനാണ് ഭൂമി എടുക്കുന്നതെങ്കിൽ അതിന് ഒരു 10-25 രൂപ പാട്ടവും കൊടുക്കണം. പിന്നെ 1 ഏക്കർ കൃഷി ചെയ്താൽ മാക്സിമം കിട്ടുന്ന ഒരു 20,000 രൂപ ആയിരിക്കും അതിന് പ്രോഫിറ്റ് കിട്ടുന്നത്. ഒരു 20,000 രൂപ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസം എന്നല്ല, 5 ആദ്യം വെള്ളം വറ്റിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഒരു 5-5.5 മാസം കൊണ്ടുള്ള പണിയാണ്. അപ്പൊ ഇത്രയും സമയത്ത് നമ്മൾ ഓരോ ഇടപാടുകൾ സ്പോട്ടിൽ നമ്മൾ ക്യാഷുകൾ കൊടുത്തിട്ടാണ് ഇത് ചെയ്തു പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 5 ഏക്കർ നിലം കൃഷിയുള്ള ഒരുത്തൻ അവൻ ആകെ കിട്ടുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാ. എന്നാ ചാക്കമ്മ സാറ് ചോദിച്ചു കേട്ടില്ലേ, ഒരു സെക്യൂരിറ്റി ആ ജോലി ചെയ്യുന്ന ആ മനുഷ്യൻ ഡെയിലി 1000 രൂപ ഉണ്ട്. 30,000 രൂപ ഒരു മാസം വരുമാനോ. ഈ 5 ഏക്കർ നിലം കൃഷി ചെയ്യുന്നവന് എന്ത് കിട്ടും? 1 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. അതിനകത്ത് റിസ്ക് ഭയങ്കരമാണ്. എങ്ങാനും ഒരു കീടമോ ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു നഷ്ടമോ സംഭവിച്ചു കഴിഞ്ഞാലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇപ്പൊ എല്ലാവരും ഈ നെൽകൃഷിയെ കൊണ്ടുപോകുന്നതിന് ഉപതൊഴിലായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പം ഇത് കണക്ക് തന്നെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന മനുഷ്യര് അവരുടെ ചില്ലറ വരുമാനങ്ങൾ കൊണ്ട് ഈ നെൽകൃഷി മുടക്കും. ഒരു KSFE ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ടാകുന്ന 24 മാസം അടയ്ക്കണ്ടേ? അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. ഇവരുടെ ചെറിയ അധ്വാനങ്ങളും സംഭവങ്ങളും ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു 5-10 ഏക്കർ ഉള്ളവർ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഒന്നിച്ച് വരുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇതുകൊണ്ടുള്ള ഒരു മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന ഇപ്പൊ ഇത് കണക്ക് ഇങ്ങനെ അത് ഈ ചെറിയ എറമ്പിൽ നിലങ്ങളുള്ളവർക്ക് ഇങ്ങനെയുള്ള പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നടുക്കാണ് നിലമുള്ളവനെ എന്ത് ചെയ്യാൻ പറ്റും? പറയുമ്പോ എല്ലാം പറയണമല്ലോ. അപ്പൊ ഞാനിത് വലിയ ക്യാമറ പറയണ, പക്ഷെ എനിക്കിങ്ങനെ സാധ്യത ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയേ. ഇത് 1347 ഏക്കറാണിത്. ഇതില് 11.5 കിലോമീറ്റർ ആണ് പുറംബണ്ടുള്ളത്. ഈ 11.5 കിലോമീറ്റർ പുറംബണ്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കർഷകർക്കേ ഉള്ളൂ. അവർക്കേ ഇത് പറ്റത്തുള്ളൂ. ഈ തെങ്ങിൽ നിന്നുള്ള വരുമാനവും ഇങ്ങനെയുള്ള വരുമാനങ്ങൾ എക്സ്ട്രാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഭൂമിയുള്ളവർക്കേ നടക്കത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും നടക്കത്തില്ല. അതൊരു പ്രശ്നം തന്നെയാണ്.